ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്ന് മഗ്‌രിബോടുകൂടെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് 300 തവണ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയിൽ തീർച്ച. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കടം വീട്ടാനുള്ള ഒരു വഴി തുറന്നു തരാൻ ഈ സ്വലാത്ത് കാരണമാകുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. സ്വാലിഹീങ്ങൾ ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. നമ്മുടെ കടം വീടാൻ കാരണമാകുന്ന സ്വലാത്താണ്. എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടം വീടാൻ ഈ സ്വലാത്ത് പരിഹാരമാണെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള സ്വലാത്താണ്. അവർ വലിയ കടങ്ങൾ വന്നപ്പോൾ ഇതെങ്ങനെ വീടിക്കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നിടത്ത് നിന്ന് മഹാന്മാരെ സമീപിക്കുമ്പോൾ അവർ ഈ സ്വലാത്തങ്ങ് ചൊല്ലിക്കോ എന്ന് പറയുമ്പോൾ ആ സ്വലാത്ത് ചൊല്ലിയത് കാരണമായിട്ട് അവർ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ കടം വീട്ടാനുള്ള വഴികൾ അവർക്ക് തുറന്നു കിട്ടിയ അനുഭവങ്ങൾ ഏറെയുണ്ട്. ഈ സ്വലാത്ത് അത്രമേൽ പവിത്രതയുള്ള സ്വലാത്താണ്. നമ്മൾ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മഗ്‌രിബോട് കൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വീട്ടിത്തരണം, അതിനുള്ള വഴികൾ തുറന്നു കിട്ടണം. അതേ, ശമ്പളം കിട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, കിട്ടാനുള്ള ക്യാഷ് കിട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് നല്ലൊരു വഴി തുറന്നു കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായും ആ കടം വീട്ടാനുള്ള വഴികൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രമേ വരാവൂ. ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. അന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് ലിസ്റ്റിലുള്ളവരെ മാത്രമേ നമുക്ക് നോക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഈ സ്വലാത്ത് നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ്. ഞാൻ എഴുതിയിട്ടില്ല. ഈ സ്വലാത്ത് ഏതാണെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസ്വല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على محمد اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. ഈ സ്വലാത്ത് മഹാനരായ താജുൽ ഉലമ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ മഹാനവറുകൾ, അള്ളാഹു അവിടുത്തെ ദറജന ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനവറുകൾ ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ അവിടെ നിന്ന് എനിക്ക് കടണ്ടോ, കടം വീടാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് പ്രത്യേകം പരിചയപ്പെടുത്തിയ സ്വലാത്താണ്. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദാനം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയാത്തവരുണ്ടോ, അവരുടെ ദുആയിൽ ഈ സ്വലാത്തിനെ കൊണ്ടുവരട്ടെ. നിശ്ചയം അവന് ദാനം ചെയ്യാൻ, സ്വതക്ക ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകുകയും അങ്ങനെ അതവനിക്ക് സ്വതക്ക ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് സ്വതക്ക ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുകയും അങ്ങനെ അത് സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ കാരണമാകുന്നുള്ളതാണ്. ഐശ്വര്യം വർദ്ധിക്കാനും കടങ്ങൾ വീടാനും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഈ സ്വലാത്ത് വലിയ കാരണമാണെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെയുള്ള സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്താ? നിൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് എന്നാണ്. നിങ്ങൾ സ്വലാത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ആളുകൾ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോൾ, ഒരിക്കലും മാറില്ലെന്ന് കരുതിയ രോഗങ്ങൾ അവരുടെ മുന്നിൽ വന്നപ്പോൾ
പെട്ടെന്ന് അവർക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ അവർ ചെയ്തതെന്താ? സ്വലാത്തങ്ങ് ധാരാളമായിട്ട് ചൊല്ലി എന്നുള്ളതാണ്. അത് കാരണമായിട്ട് അവരുടെ കടങ്ങൾ അവർക്ക് വീട്ടാൻ പറ്റി, അവരുടെ രോഗങ്ങൾ അവർക്ക് ശിഫയാകാൻ കാരണമായി. പഴയ കാലങ്ങളിലൊക്കെ ആ സ്വലാത്തുൻ നാരിയ എന്ന് പറയുന്ന നാരിയത്തു സ്വലാത്ത്, എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴേക്ക്, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴേക്ക്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും അവർ നാരിയത്തു സ്വലാത്ത് അങ്ങനെ അങ്ങ് നേർച്ചയാക്കും. അങ്ങനെ നേർച്ചയാക്കിയിട്ട് നാരിയത്തു സ്വലാത്ത് 4444 തവണയങ്ങ് ചൊല്ലുമ്പോഴേക്ക് അതിൽ വലിയ ഫത്ഹ് അവന് ലഭിക്കും, അതിൽ വലിയ റാഹത്തും സന്തോഷവും അവന് ലഭിക്കും. ഇതൊരു വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇതിങ്ങനെ ഒന്നും ശരിയാവില്ല, ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ നാട്ടിലെ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വലാത്തങ്ങ് ചൊല്ലുമ്പോഴേക്ക് ആ വിഷയം അങ്ങ് പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് സ്വലാത്ത് കാരണമായിട്ട് പരിഹരിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്ത് കാരണമായിട്ട് വലിയ ബറക്കത്ത് ലഭിക്കാൻ, വലിയ ഖൈറ് ലഭിക്കാൻ, വലിയ സന്തോഷം ലഭിക്കാൻ ഇതൊരു കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾക്കൊക്കെ ജീവിതത്തിലേക്ക് പകർത്താം. ഈ സ്വലാത്ത് അത്രമേൽ പവിത്രമേറിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദ്, സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, സ്വല്ലി, നീ ഗുണം ചെയ്യണേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണേ, നീ സ്വലാത്ത് നിർവഹിക്കണേ, അലാ മുഹമ്മദിൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ, അബ്ദിക, ആ ഹബീബായ തങ്ങൾ അവിടുത്തെ അടിമയാണ്, റസൂലിക, അവിടുത്തെ ദൂതരാണ്, റസൂലാണ്, വഅലൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ മേലിലെ, സത്യവിശ്വാസികളായ മുഅ്മിനാത്തുകളുടെ മേലിലെ, മുസ്ലിമീങ്ങളുടെ പേരിലെ, മുസ്ലിമാത്തുകളുടെ പേരിലെ, ഇവരുടെയൊക്കെ മേലിലെ ഗുണം ചെയ്യണേ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ സ്വലാത്ത്. ഈ സ്വലാത്ത് ഇത്രമേൽ പവിത്രമേറാനുള്ള കാരണം തന്നെ കൂട്ടമായിട്ടാകുമ്പോൾ അതിന് വലിയ ഇജാബത്തും അതിന് വലിയ സലാമത്തും ലഭിക്കുന്നുള്ളതാണ്. നമ്മൾ കേവലം അതുകൊണ്ടാണല്ലേ ഈ ദുആ കൂട്ടുപ്രാർത്ഥനയാകുമ്പോൾ, ഒരുമിച്ചാകുമ്പോൾ അതെങ്ങനെ തട്ടിമാറ്റാൻ കഴിയുക? നമ്മൾ നമ്മളെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ പാപിയല്ലേ, നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്, നമ്മൾ കുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളൊരു പക്ഷേ തള്ളിയേക്കാം. പക്ഷേ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ആ എല്ലാവരെയും കൂടി തള്ളല് കരീമായ റബ്ബിന് സാധിക്കൂല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ചു തരും. അതാണ് കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മളിത് ഉൾക്കൊള്ളിക്കുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചില്ലേ, വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അങ്ങനെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് ചെല്ലുമ്പോൾ അതിന് വലിയ ഫലം കിട്ടും. അതേപോലെ തന്നെ കടങ്ങൾ വീടാൻ നമുക്ക് ചൊല്ലാൻ പറ്റുന്നൊരു ദുആ ആണ് നമ്മൾ വിറുദുൽ ലത്തീഫ് ചൊല്ലുന്ന ദുആ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ആ ഒരു ദുആ അത് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വിടാൻ വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ കടം വീടിയ അനുഭവം അതിൽ കാണുന്നു. നമ്മൾ വിറുദുൽ ലത്തീഫിലെ എല്ലാ പ്രഭാതത്തിലും നമ്മളിത് ചൊല്ലുന്നു, വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ സലാമത്ത് ലഭിക്കും. സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലുന്ന നാക്ക്, ആ നാക്ക് ഉൾക്കൊള്ളുന്ന ശരീരം അതെവിടെയും പരാജയപ്പെടൂല. എല്ലാത്തിനുമുപരി നാളെ മഹ്ശറാവൻ സഭയിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം, ആരുമാരെയും തിരിഞ്ഞു നോക്കാത്ത സമയം, ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കാൻ ആ സ്വലാത്ത് അത് വലിയ പരിഹാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നേറുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വ്യതകൾ എല്ലാം ഇവിടെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസുകളിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ആ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ഓരോരുത്തരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി അറിയിച്ചത് കാണുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മൾ വസിയത്ത് ചെയ്യുകയാണ്.
അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അള്ളാഹ്. പല വിഷയങ്ങളും പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ പല ആളുകൾ എഴുതി അറിയിക്കും. അപ്പോൾ അവർക്കൊക്കെ അവരുടെ അഭാവത്തിൽ ദുആ ചെയ്യുമ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.